And our goal is not in hand. ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാർഡസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സിലെ ഫിഫോ മെത്തേഡിലുള്ള വാല്യുവേഷൻ ആണ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സിൽ നമ്മൾ എക്സ് ഇൻട്രസ്റ്റ് ആൻഡ് കം ഇൻട്രസ്റ്റ് പഠിച്ചു. അത് സെയിൽസിലും പെർച്ചേസിലും വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. Question ഞാൻ വായിക്കാം. Mr. Mohan gives the following details regarding his investment in 16% debentures of Sita Limited. ഇപ്പോൾ സീത ലിമിറ്റഡിൻ്റെ 16% debentures മിസ്റ്റർ മോഹൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് ഫസ്റ്റ് ജാനുവരിയിൽ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ഫേസ് വാല്യൂ 60,000 വാല്യൂ ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എന്താ വെച്ചാൽ 60,000 വാല്യൂള്ള ഡിബഞ്ചേഴ്സ് ആണ് ഇരിക്കുന്നത്. അതിൻ്റെ കോസ്റ്റ് 59,000 ആണ്. യൂണിറ്റ്സ് 600 ആണ്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ആയിരിക്കില്ലേ? 600 യൂണിറ്റ്സിൻ്റെ ഫേസ് വാല്യൂ 60,000 ആണ്. നെക്സ്റ്റ് ഫസ്റ്റ് മാർച്ച് പർച്ചേസ്ഡ് 100 ഡിബഞ്ചേഴ്സ് എക്സ് ഇൻട്രസ്റ്റ് അറ്റ് 98. അപ്പോൾ നെക്സ്റ്റ് വരുന്ന പർച്ചേസ് ആണ്. പർച്ചേസ് ചെയ്തിരിക്കുന്ന 100 ഡിബഞ്ചേഴ്സ് ആണ് എക്സ് ഇൻട്രസ്റ്റിന് അറ്റ് 98 പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ഇൻട്രസ്റ്റിന് പർച്ചേസ് ചെയ്ത വാല്യൂ 100 ഇൻറ്റു 98 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക കോസ്റ്റ് കോളത്തിൽ എഴുതേണ്ട വാല്യൂ ആണ്. അപ്പോൾ എക്സ് ഇൻട്രസ്റ്റിന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അത് കോസ്റ്റ് കോളത്തിൽ എഴുതാം ആ വാല്യൂ, പർച്ചേസ് ചെയ്ത വാല്യൂ. അപ്പം നമ്മൾ ഇൻട്രസ്റ്റ് കോളത്തിൽ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പം ഇൻട്രസ്റ്റ് നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ ഇൻട്രസ്റ്റ് പേ ചെയ്ത ഡേറ്റ് നോക്കുക, അതിൽ നിന്ന് ഈ ഡേറ്റിലേക്കുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ഫസ്റ്റ് ജൂലൈയിൽ ചെയ്തിരിക്കുന്നത് സോൾഡ് 200 ഡിബഞ്ചേഴ്സ് എക്സ് ഇൻട്രസ്റ്റ് ഔട്ട് ഓഫ് ദ ഒറിജിനൽ ഹോൾഡിംഗ് അറ്റ് 100. അപ്പോൾ 100ന് നമ്മൾ 200 ഡിബഞ്ചേഴ്സ് സെയിൽ ചെയ്തു. അപ്പോൾ 200 ഇൻറ്റു 100 ആണ് അതിൻ്റെ എക്സ് ഇൻട്രസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഫസ്റ്റ് ഒക്ടോബറിന് പർച്ചേസ്ഡ് 50 ഡിബഞ്ചേഴ്സ് അറ്റ് 98 കം ഇൻട്രസ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 50 ഡിബഞ്ചേഴ്സ് ആണ്. ഒന്നിൻ്റെ വാല്യൂ 98 എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 98 ആയിട്ടാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് കം ഇൻട്രസ്റ്റ് ആണ്. അപ്പം 50 ഇൻറ്റു 98 എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ നമുക്ക് ഡയറക്ട്ലി കോസ്റ്റ് കോളത്തിൽ എഴുതാൻ പറ്റില്ല. എന്ത് ചെയ്യണം? അതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം. അപ്പം ഇതിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് തന്നെ ചെയ്യണം. പക്ഷേ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ ഒന്ന് മൈനസ് ചെയ്തിട്ട് ബാക്കി മാത്രമേ നമുക്ക് കോസ്റ്റ് കോളത്തിൽ എഴുതാൻ പറ്റുള്ളൂ. ഇതാണ് കം ഇൻട്രസ്റ്റും എക്സ് ഇൻട്രസ്റ്റും നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇപ്പം ഫസ്റ്റ് മാർച്ചിൻ്റെ പർച്ചേസ് എക്സ് ഇൻട്രസ്റ്റ് ആണ്. അപ്പം 100 ഇൻറ്റു 98 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? കോസ്റ്റ് കോളത്തിൽ എഴുതാം. പക്ഷേ നെക്സ്റ്റ് ഫസ്റ്റ് ഒക്ടോബറിൻ്റെ പർച്ചേസ് 50 ഇൻറ്റു 98 നമുക്ക് ഡയറക്റ്റ്ലി കോസ്റ്റ് കോളത്തിൽ എഴുതാൻ പറ്റില്ല. 50 ഇൻറ്റു 98 കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം. അക്രൂഡ് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തതിന് ശേഷം മാത്രമേ കോസ്റ്റ് കോളത്തിൽ എഴുതാൻ പറ്റുള്ളൂ. ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് നവംബറിന് സോൾഡ് 200 ഡിബഞ്ചേഴ്സ് എക്സ് ഇൻട്രസ്റ്റ് അറ്റ് 99 ഔട്ട് ഓഫ് ദ ഒറിജിനൽ ഹോൾഡിംഗ്. അപ്പോൾ 200 ഡിബഞ്ചേഴ്സ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നവംബറിന്. എക്സ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ കോസ്റ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ് തന്നിട്ടുണ്ട് 30th സെപ്റ്റംബർ ആൻഡ് 31st മാർച്ച്. അപ്പോൾ ഇതിൽ നിന്ന് വേണം നമ്മൾ എക്രൂഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ വേറൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കാം. 30th സെപ്റ്റംബർ ആൻഡ് 31st മാർച്ച് ആണ് നമ്മൾ ഇൻട്രസ്റ്റ് ഡേറ്റ്. പക്ഷേ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് തന്നിരിക്കുന്നത് 1st ജാനുവരി ആണ്. നമുക്ക് നോർമലി ഇതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെയാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാറ്. പക്ഷേ ഇവിടെ ജാനുവരി ടു ഡിസംബർ ആണ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഡേറ്റ് 30th സെപ്റ്റംബർ ആൻഡ് 31st മാർച്ച് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിലും ക്ലോസിംഗ് ബാലൻസിലും നമുക്ക് എക്രൂഡ് ഇൻട്രസ്റ്റ് കിട്ടും. ഇതുവരെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഡേറ്റ് ഡിഫറെൻ്റ് ആണ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഡേറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ എക്രൂഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. മോഹൻ ക്ലോസസ് ഹിസ് ബുക്സ് എവറി 31st ഡിസംബറിനാണ് ബുക്സ് ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് ഡേറ്റുമായിട്ട് കറസ്പോണ്ടിങ് അല്ല അവരുടെ അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓപ്പണിംഗ് ബാലൻസിലും ക്ലോസിംഗ് ബാലൻസിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും.
ബ്രോക്കറേജ് അറ്റ് 1% is to be paid for each transaction. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടി വന്നു, ബ്രോക്കറേജ് അല്ലേ. ബ്രോക്കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷൻ, ഏത് ട്രാൻസാക്ഷൻ വരുമ്പോൾ ബ്രോക്കറേജ് പേ ചെയ്യണം 1%. അപ്പോൾ ഇവിടെ എത്തൊക്കെ ട്രാൻസാക്ഷൻ ഉണ്ട്, പർച്ചേസ് ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, സെയിൽ ചെയ്തു, പിന്നെ പർച്ചേസ് ചെയ്തു, സെയിൽ ചെയ്തു. അപ്പോൾ ഈ 4 ബ്രോക്കറേജ് വരും. അപ്പോൾ എല്ലാത്തിൻ്റെയും വാല്യൂയുടെ കൂടെ നമ്മൾ ബ്രോക്കറേജും കൂടെ എടുക്കണം. അപ്പോൾ ബ്രോക്കറേജ് എടുക്കുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബ്രോക്കറേജ് നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്യണം അല്ലേ. പർച്ചേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ പൈസ കൊടുക്കുവാണ്, അപ്പോൾ അതിനൂടെ ബ്രോക്കറേജും കൂടി കൊടുക്കുവാണ്. അപ്പോൾ ബ്രോക്കറേജ് ആഡ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആഡ് ചെയ്ത വാല്യൂ ആണ് നമ്മൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. അപ്പോൾ എക്സ് ഇൻട്രസ്റ്റിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ പർച്ചേസ് ചെയ്ത 100 × 98 നമ്മളെ കോസ്റ്റ് ആണ്, പക്ഷെ അതിൻ്റെ കൂടെ ഒരു കോസ്റ്റും കൂടി വന്നിട്ടുണ്ട്, ബ്രോക്കറേജ്. അപ്പോൾ ബ്രോക്കറേജും കൂടി ആഡ് ചെയ്തിട്ട് വേണം കോസ്റ്റ് കോളത്തിൽ എഴുതാൻ. ഓക്കെ, അപ്പോൾ ബ്രോക്കറേജ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യണം. എന്തുകൊണ്ടാണ്, പർച്ചേസ് വാല്യൂ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മൾ പൈസ കൊടുക്കുന്നു, ബ്രോക്കറിനും പൈസ കൊടുക്കുന്നു. അപ്പോൾ രണ്ടും കൂടി നമ്മുടെ പേയ്മെൻ്റ് ആയി അല്ലേ, 2 പേയ്മെൻ്റ് ആണ്. അപ്പോൾ രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കാണിക്കാം. ഇനി സെയിൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുവാണ്, ബ്രോക്കറിന് പൈസ അങ്ങോട്ട് കൊടുക്കുവാണ് അല്ലേ. അപ്പം സെയിലിൽ നിന്ന് നമ്മൾ ബ്രോക്കറേജ് മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പം ബ്രോക്കറേജ് എല്ലാ ട്രാൻസാക്ഷൻ്റെ കൂടെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, പക്ഷേ പേർച്ചേസിൻ്റെ കൂടെയാണ് ബ്രോക്കറേജ് ആഡ് ചെയ്ത് കാണിക്കാം, സെയിലിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രോക്കറേജ് മൈനസ് ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത്. ഷോ ദ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ആസ് ഇറ്റ് വുഡ് അപ്പിയർ ഇൻ ദ ബുക്സ് ബുക്ക് എങ്ങനെയാണോ വരുന്നത് അതുപോലെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ആണ് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഡിബഞ്ചേഴ്സ് ഓൺ 31st December is 99. അപ്പോൾ നമുക്ക് മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്യണം. കോസ്റ്റ് പ്രൈസ് ഓഫ് മാർക്കറ്റ് പ്രൈസിൽ വേണം നമ്മൾ വാല്യൂ ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ മാർക്കറ്റ് വാല്യൂ നമുക്ക് അതുകൊണ്ട് 99 തന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ ട്രാൻസാക്ഷൻ്റെയും വർക്കിംഗ് നോട്ട് നമ്മൾ പിന്നെ എല്ലാം കൺഫ്യൂസ്ഡ് ആകും. അപ്പോൾ ഇതിൽ ഓരോ ട്രാൻസാക്ഷൻ എടുക്കുക, ഓരോന്നിന് വർക്കിംഗ് നോട്ട് ആദ്യം പ്രിപ്പയർ ചെയ്ത് വെക്കുക, പിന്നെ നമ്മൾ ആ വാല്യൂ എടുത്ത് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആദ്യം വർക്കിംഗ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് 1st January അല്ലേ. അപ്പം നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് 1st January ആണ്. നമ്മുടെ ഇൻട്രസ്റ്റ് ഡേറ്റ് 30th September and 31st March ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസിൽ നമ്മൾ എക്രൂഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എക്രൂഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം 16% ആണ്. നമ്മൾ അതിൻ്റെ ഫേസ് വാല്യൂലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 60,000ൻ്റെ മേലെ 16% കാൽക്കുലേറ്റ് ചെയ്യണം. മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം, നമ്മുടെ ഡേറ്റിൻ്റെ ഈ ഡേറ്റിൻ്റെ തൊട്ട് മുന്നത്തെ ഇൻട്രസ്റ്റ് ഡേറ്റ് മുതൽ ഉള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഡേറ്റ് 30th September and 31st March ആണ്. നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് എടുക്കുന്ന 1st January ആണ്. അപ്പോൾ ഏതാ തൊട്ട് മുന്നത്തെ ഡേറ്റ് എന്ന് പറയുമ്പോൾ 30th September അല്ലേ. മാർച്ച് എടുക്കുമ്പോൾ നമ്മൾ ജനുവരി കഴിഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ 30th September കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസമായി. ജനുവരി ഇല്ല അല്ലേ, ജനുവരി 1st ആണ്. അപ്പോൾ ജനുവരി നമുക്ക് കൂട്ടാൻ പറ്റില്ല, 3 മാസത്തെ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻറ്റു 3/12 ചെയ്യാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ വരുന്ന പർച്ചേസ് ആണ് 1st Marchൻ്റെ. എക്സ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എക്സ് ഇൻട്രസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 × 98. അപ്പോൾ 9,800 ആണ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എഴുതാനായില്ല, അതിൻ്റെ കൂടെ ബ്രോക്കറേജ് കൂടെ പറഞ്ഞതുകൊണ്ട് അതുകൂടെ നമ്മൾ ആഡ് ചെയ്യണം അല്ലേ. ബ്രോക്കറേജ് 1%. ഈ ട്രാൻസാക്ഷൻ റേറ്റിൻ്റെ മേലെയാണ് ബ്രോക്കറേജ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 9,800ൻ്റെ 1% 98 ആണ് നമ്മുടെ ബ്രോക്കറേജ് എന്ന് പറയുന്നത്. അപ്പോൾ 9,898 ആണ് നമ്മൾ ശരിക്കും കോസ്റ്റ് കോളത്തിൽ എഴുതേണ്ടത്. ഇനി അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 100 യൂണിറ്റ്സ് ആണ്, ഫേസ് വാല്യൂ 100 ആണ്. അപ്പോൾ 100 × 100ൻ്റെ മേലെ 16%. എത്ര മന്ത് വരാം, 1st March ആണിത്. ഇപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഡേറ്റ് 30th September and 31st March ആണ്. പിന്നെ തൊട്ട് മുന്നത്തെ എന്ന് പറയുമ്പോൾ 30th September തന്നെ വരാം. അപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി 5 മാസം വരും അല്ലേ. മാർച്ച് വരില്ല, മാർച്ച് 1st ആയതുകൊണ്ട്. അപ്പോൾ 5 മാസത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ 667 ഇൻട്രസ്റ്റ് കോളത്തിൽ എഴുതണം, പിന്നെ കോസ്റ്റ് കോളത്തിൽ എത്ര എഴുതണം, 9,898 എഴുതണം. ഇനി നോമിനൽ കോളത്തിൽ എത്ര എഴുതാം, നമ്മൾ നോമിനൽ വാല്യൂ അല്ലേ എഴുതാം, ഫേസ് വാല്യൂ അല്ലേ എഴുതാം. 100 യൂണിറ്റ്സ് × 100 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ നോമിനൽ കോളത്തിൽ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ കോളത്തിൽ എഴുതണം. ഇനി അടുത്ത ഡേറ്റ് വരുന്നത്, അടുത്ത ട്രാൻസാക്ഷൻ 1st July ആണ്. അപ്പോൾ ഇത് ട്രാൻസാക്ഷൻ എഴുതുന്നതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഇൻട്രസ്റ്റ് ഡേറ്റ് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ അതും കൂടെ ഇടയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഡേറ്റ് 31st Marchൻ്റെ ഇൻട്രസ്റ്റ് ഡേറ്റ് അതിൻ്റെ ഇടയിൽ വന്നുല്ലോ. 1st March കഴിഞ്ഞ് 1st Julyയുടെ ഇടയിലാണ് വരുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം ഇൻട്രസ്റ്റ്. അപ്പോൾ ആ ഡേറ്റ് വരെ നമ്മുടെ കയ്യിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്, ആദ്യം 60,000 ആയിരുന്നു, എന്ന് വെച്ചാൽ 600 യൂണിറ്റ്സ് ആയിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് 100 യൂണിറ്റ്സ്. അപ്പം നമ്മുടെ കയ്യിൽ എത്രയായി, 700 യൂണിറ്റ്സ് ആയി. ഇപ്പോൾ 700 യൂണിറ്റ്സ് × 100 അല്ലെങ്കിൽ 60,000 + 10,000.
അതിൻ്റെ മേലെ 16% ഇൻട്രസ്റ്റ് ഫോർ 6 മന്ത്സ് അല്ലേ. 6 മന്ത്സിൻ്റെ ഇൻട്രസ്റ്റ് അല്ലേ നമുക്ക് 31st മാർച്ചിന് കിട്ടണത്. അപ്പോൾ 6 മന്ത്സ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യാം 1st ജൂലൈ. 1st ജൂലൈയിൽ സെയിലാണ്, എക്സ് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ സെയിൽ ചെയ്ത് 200-നാണ്, 200 യൂണിറ്റ്സ് ഫോർ 100. അപ്പോൾ അതിന് എക്സ് ഇൻട്രസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 200 × 100 20,000 വന്നു. അപ്പം ബ്രോക്കറേജ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം സെയിലിൻ്റെ സമയത്ത് ബ്രോക്കറേജ് എന്ത് ചെയ്യണം, നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പം ബ്രോക്കറേജ് 1% 20,000 ഈ ട്രാൻസാക്ഷൻ റേറ്റ് എമൗണ്ടിൻ്റെ മേലെ 1%, അപ്പോൾ 200 വന്നു. അപ്പോൾ നമ്മൾ കോസ്റ്റ് കോളത്തിൽ എഴുതേണ്ടത് 20,000 മൈനസ് 200 ആണ് കോസ്റ്റ് കോളത്തിൽ എഴുതേണ്ടത്. ഇനി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. 20,000-ൻ്റെ മേലെ 16% ഫോർ ജൂലൈ ആണ്. ഇപ്പോൾ മാർച്ചിലല്ലേ അതിൻ്റെ മുന്നത്തെ നമ്മൾ ഇൻട്രസ്റ്റ് ഡേറ്റ് വന്ന് ഏപ്രിൽ മെയ് 2 മാസം അല്ലേ, അല്ല സോറി ഏപ്രിൽ മെയ് ജൂൺ അല്ലേ, ജൂലൈയിലാണല്ലോ. അപ്പോൾ 3 മാസത്തെ ഇൻട്രസ്റ്റ് ഡേറ്റ്. അപ്പോൾ എക്രൂഡ് ഇൻട്രസ്റ്റ് നമ്മൾ 3 മാസത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നമുക്ക് വരുന്ന 1st ഒക്ടോബർ ആണ്. അപ്പോൾ സെപ്റ്റംബർ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് അല്ലേ ഇൻട്രസ്റ്റ് ഡേറ്റ്. അപ്പോൾ സെപ്റ്റംബറിലുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് എത്രയായിരുന്നു, ആദ്യം 600 ഉണ്ടായിരുന്നു, നമ്മൾ 100 പർച്ചേസ് ചെയ്തു, 700 ആയി. അതിൽ നിന്ന് 200 നമ്മൾ സെയിലും ചെയ്തു. അപ്പോൾ 70,000 നിന്ന് 20,000 മൈനസ് ചെയ്യാം. അതിൻ്റെ മേലെ എന്ന് വേണം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 16% ഫോർ 6 മന്ത്സ്. അപ്പോൾ അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ് 1st ഒക്ടോബറിൻ്റെ പർച്ചേസ് നോക്കാം. പർച്ചേസ് 50 ഡിബഞ്ചേഴ്സ് അറ്റ് 98 കം ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ കം ഇൻട്രസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 50 × 98 എന്ന് പറയുന്നത് 4,900 വരും. അപ്പോൾ ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തിട്ടുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് നോക്കിയാൽ ഇൻട്രസ്റ്റ് 30th സെപ്റ്റംബർ ആൻഡ് 31st മാർച്ച് ആണ്. ഇപ്പോൾ സെപ്റ്റംബർ 31st മുതൽ ഒക്ടോബർ 1st വരെ എന്ന് പറയുമ്പോൾ അവിടെ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ അക്രൂഡ് ഇൻട്രസ്റ്റ് നില്ലാണ് വരുന്നത്. അതുകൊണ്ട് ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇതല്ല, ബ്രോക്കറേജും കൂടി ആഡ് ചെയ്യണം, പർച്ചേസ് ആണല്ലോ. അപ്പോൾ ബ്രോക്കറേജ് അതിൻ്റെ മേലെ 1% ആഡ് ചെയ്യുക. അപ്പോൾ 49 ആയിരിക്കും ബ്രോക്കറേജ് വരുന്നത്. അപ്പോൾ ശരിക്കും 4,949 നമ്മൾ കോസ്റ്റ് കോളത്തിൽ എഴുതണം. ഇൻട്രസ്റ്റ് കോളത്തിൽ നമുക്ക് എഴുതാൻ എമൗണ്ട് ഇല്ല അല്ലേ, ഇൻട്രസ്റ്റ് ഇല്ല അതിൻ്റെ മേലെ. ഇനി നമ്മുടെ നോമിനൽ വാല്യൂ കോളത്തിൽ എഴുതണം. എത്ര എഴുതണം, 50 × 100 എഴുതണം. 100 ആണ് ഫേസ് വാല്യൂ, 50 യൂണിറ്റ്സ്. അപ്പോൾ 5,000 നമ്മുടെ നോമിനൽ വാല്യൂ വരും. കോസ്റ്റ് കോളത്തിൽ 4,949 വരും. ഇൻട്രസ്റ്റ് കോളത്തിൽ ഒന്നും വരില്ല. നെക്സ്റ്റ് ഒരു സെയിൽ വരുന്നുണ്ട് അല്ലെ, നമുക്ക് 1st നവംബറിൽ ഒരു സെയിൽ വരുന്നുണ്ട്. സോൾഡ് 200 ഡിബഞ്ചേഴ്സ് എക്സ് ഇൻട്രസ്റ്റ് അറ്റ് 99 ഔട്ട് ഓഫ് ദ ഒറിജിനൽ ഹോൾഡിങ്സ്. അപ്പം 99 നമ്മൾ സെയിൽ ചെയ്യുന്നത് 200 ഡിബഞ്ചേഴ്സ് എക്സ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 200 × 99 എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ് ഇൻട്രസ്റ്റ് പ്രൈസ് 19,800. അപ്പോൾ കോസ്റ്റ് കോളത്തിൽ എഴുതാനായില്ല ബ്രോക്കറേജ് ഉള്ളതുകൊണ്ട്. ഇപ്പോൾ സെയിലാണ്, ബ്രോക്കറേജ് എന്ത് ചെയ്യണം, നമ്മൾ മൈനസ് ചെയ്യണം അല്ലേ. അപ്പം ബ്രോക്കറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ 19,800 ട്രാൻസാക്ഷൻ പ്രൈസിൻ്റെ മേലെ 1% ബ്രോക്കറേജ്. അപ്പോൾ 198 വന്നു. അപ്പോൾ 19,800 മൈനസ് 198 ആണ് നമ്മൾ അതിൻ്റെ സെയിലിൻ്റെ കോസ്റ്റ് കോളത്തിൽ കാണിക്കാനായിട്ട്. അപ്പോൾ 19,000 എത്ര വരും, 602 വരും. ഇതാണ് നമ്മൾ കോസ്റ്റ് കോളത്തിൽ കാണിക്കേണ്ടത്. ഇനി ഇൻട്രസ്റ്റ് കോളത്തിൽ എഴുതാൻ വേണ്ടി നോമിനൽ വാല്യൂ കോളത്തിൽ നമുക്കറിയാലോ 200 യൂണിറ്റ്സ്. അപ്പോൾ 200 × 100 ആണ് നമ്മൾ നോമിനൽ വാല്യൂ കോളത്തിൽ എഴുതേണ്ടത്. ഇനി ഇൻട്രസ്റ്റ് കോളത്തിൽ എഴുതണമെങ്കിൽ എന്ത് ചെയ്യാം, 200 × 100 ഫേസ് വാല്യൂടെ മേലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അത് × 100 തന്നെ എഴുതുന്നത്. അപ്പോൾ 200 × 100 ചെയ്യുക, 16% എടുക്കുക. നവംബർ ആണ്, അപ്പോൾ അതിന് തൊട്ട് മുന്നേ നമ്മളെപ്പോഴാണ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടില്ല, സെപ്റ്റംബർ 30th സെപ്റ്റംബർ. അപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞു ഒക്ടോബർ. നവംബർ എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നവംബർ 1st ആണ്. അപ്പോൾ നമ്മൾ 1 മന്തിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻറ്റു 1/12 ചെയ്യുക, 267 അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടി. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ വർക്കിംഗ് നോട്ട് ചെയ്തു വെച്ചു. ഇനി നമുക്ക് 2 സെയിൽ വരുന്നുണ്ട്. അപ്പോൾ സെയിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ 2 സെയിലിൻ്റെയും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ സെയിൽ പ്രൊസീഡ്സിൽ നിന്ന് അതിൻ്റെ കോസ്റ്റ് വാല്യൂ മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1st ജൂലൈയിൽ നമുക്ക് നോക്കാം, 200 യൂണിറ്റ്സ് 1st ജൂലൈയിൽ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് 100 അല്ലേ. അപ്പോൾ എക്സ് ഇൻട്രസ്റ്റ് വാല്യൂ ആണ്. അപ്പോൾ 200 × 100 നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് വർക്കിംഗ് നോട്ട്. അപ്പോൾ 100 അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബ്രോക്കറേജ് മൈനസ് ചെയ്യണം. അപ്പം 19,800 ആണ് അതിൻ്റെ സെയിൽ പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. ഇനി 1st നവംബറിനെ ആണെങ്കിലോ, 1st നവംബറിന് നമ്മൾ 200 യൂണിറ്റ്സ് 99 ആണ് നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പം 19,800 നിന്ന് എന്ത് ചെയ്യുക, അതിൻ്റെ ബ്രോക്കറേജ് വാല്യൂ മൈനസ് ചെയ്യാം. അപ്പോൾ 19,602 കിട്ടി. ഇനി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ഫിഫോ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തത് അല്ലേ. ഫിഫോ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസിലുള്ളത് വേണം ആദ്യം സെയിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് 600 യൂണിറ്റ്സ് ഉണ്ട്. ഇവിടെ 200 യൂണിറ്റ്സ് ആദ്യം സെയിൽ ചെയ്തു, പിന്നെ 200 യൂണിറ്റ്സ് നമ്മൾ സെയിൽ ചെയ്തു. അപ്പം നമുക്ക് ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് തന്നെ എല്ലാം സെയിൽ ചെയ്യാം അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കോസ്റ്റ് വാല്യൂ എടുത്താൽ മതി നമ്മൾ.
കോസ്റ്റ് വാല്യൂ നമ്മൾ എങ്ങനെ എടുക്കാറ്? ആ ടോട്ടൽ 59,000 ഇൻറ്റു സെയിൽ ചെയ്തതിന്റെ ഫേസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫേസ് വാല്യൂ. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ്? അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാൻ പാടില്ല. ആദ്യം FIFO മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യമുള്ളതിൽ നിന്ന് ആദ്യം സെയിൽ ചെയ്യുക. അപ്പൊ ആദ്യം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അവിടെ 600 യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് സെയിൽ ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി പർച്ചേസ് ചെയ്ത നമ്മളെ യൂണിറ്റ്സിൽ നിന്ന് സെയിൽ ചെയ്യാൻ പാടുള്ളൂ. അതാണ് FIFO മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മളതിൽ 600 യൂണിറ്റ്സ് ഉണ്ട്. നമ്മൾ ആദ്യം സെയിൽ ചെയ്തത് ഫസ്റ്റ് ജൂലൈക്ക് 200. അപ്പൊ 600 200 എടുത്തു. പിന്നെ നമ്മൾ സെയിൽ ചെയ്യുന്ന 200. അപ്പൊ അവിടെ പിന്നെ 400 ബാക്കിയില്ലേ? 600 ആദ്യം 200 സെയിൽ ചെയ്തു, പിന്നെ 400 ബാക്കിയുണ്ട്. അതിൽ നിന്ന് പിന്നെ നമുക്ക് 200 എടുക്കാമല്ലോ. അപ്പൊ എല്ലാ സെയിൽസും നടന്നിരിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിന്റെ കോസ്റ്റ് എടുത്താൽ മതി. ഓപ്പണിംഗ് ബാലൻസിന്റെ കോസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ കോസ്റ്റ് പ്രൈസ് 59,000 ആണ്. ഇൻറ്റു നമ്മളിങ്ങനെയല്ല പണ്ടേ ചെയ്യാറ്, 59,000 ഇൻറ്റു സെയിൽ ചെയ്തതിന്റെ ഫേസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫേസ് വാല്യൂ. സെയിൽ ചെയ്തത് എത്ര? 200 യൂണിറ്റ്സ് ആണ്. അപ്പൊ 200ന്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 20,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 60,000 അല്ലെ? 600 യൂണിറ്റ്സ് ആയിരുന്നു ടോട്ടൽ ഉള്ളത്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 19,667 കിട്ടും. രണ്ടാമത്തെ സെയിലും സെയിം തന്നെയാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. എന്ന് വെച്ചാൽ 200 യൂണിറ്റ്സ് തന്നെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ടോട്ടലിന്റെ കോസ്റ്റ് വാല്യൂ 59,000 ഇൻറ്റു 200 യൂണിറ്റ്സിന്റെ ഫേസ് വാല്യൂ 20,000 ഡിവൈഡ് ബൈ ടോട്ടൽ ഫേസ് വാല്യൂ 60,000. അപ്പൊ നമുക്ക് എത്രയാ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്? ഫസ്റ്റ് ജൂലൈയിൽ നടന്ന സെയിൽസിൽ പ്രോഫിറ്റ് ആണ് 133. ഇനി ഫസ്റ്റ് നവംബറിൽ നടന്ന സെയിലിൽ നമുക്ക് ലോസ് വരുന്നുണ്ട് 65. അപ്പൊ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ FIFO മെത്തേഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഉള്ള വാല്യൂന്ന് തന്നെ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മളെ കയ്യിലെ യൂണിറ്റ്സ്. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസിൽ 200 യൂണിറ്റ്സ് ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ സെയിൽ നടക്കേണ്ടത് നമ്മൾ അടുത്ത പർച്ചേസ് ചെയ്ത വാല്യൂ എന്നായിരിക്കണം. അപ്പൊ അടുത്ത പർച്ചേസ് ചെയ്ത 100 യൂണിറ്റ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് 100 എടുക്കുക. പിന്നെ പർച്ചേസ് ചെയ്ത 50 യൂണിറ്റ്സ് നിന്ന് എടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 200 യൂണിറ്റ്സ് സെയിൽ വരില്ലായിരിക്കും. നമ്മുടെ കയ്യിൽ അത്ര യൂണിറ്റ്സ് ഇല്ല. അപ്പൊ 100 യൂണിറ്റ്സ് പിന്നെ സെയിൽ ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അടുത്ത 100 യൂണിറ്റ്സ് എടുക്കേണ്ടത് ഫസ്റ്റ് മാർച്ചിൽ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നതിന്റെ കോസ്റ്റ് പ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോഫിറ്റോ ലോസോ കൂടി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ക്ലോസിംഗ് ബാലൻസ് ആണ് അല്ലെ? നമ്മൾ ക്ലോസിംഗ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമ്മളെ കയ്യിൽ എത്ര ഉണ്ടെന്ന് നോക്കുക. അപ്പൊ നമ്മൾ കോസ്റ്റ് ഓഫ് ബാലൻസിന് ഓപ്പണിംഗ് ബാലൻസ്, ആദ്യം ഓപ്പണിംഗ് ബാലൻസിലുള്ള കോസ്റ്റ് നോക്കാം. ഓപ്പണിംഗ് ബാലൻസിൽ എത്ര ബാക്കിയുണ്ട്? നമ്മൾ എത്രയെല്ലാം സെയിൽ ചെയ്തു? 200 യൂണിറ്റ്സ് ആദ്യം സെയിൽ ചെയ്തു, പിന്നെ 200 യൂണിറ്റ്സ് സെയിൽ ചെയ്തു. അപ്പൊ അവിടെ ഇനി 200 യൂണിറ്റ്സ് ബാക്കിയുണ്ട്. അപ്പൊ അതിന്റെ കോസ്റ്റ് പ്രൈസ് നോക്കാം. 59,000 ഇൻറ്റു 20,000 ബൈ 60,000 എന്ന് പറഞ്ഞിട്ട് 19,666 എടുത്തു. എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് സ്ഥലത്ത് 7 എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? 0.666 ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ 7 എടുത്തു. അപ്പൊ ഇപ്പൊ 6 എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ടാലി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 200 യൂണിറ്റ്സേ ബാക്കിയുള്ളൂ, അതിന്റെ വാല്യൂ എടുത്തു. ഇനി നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നതുണ്ടല്ലേ? പർച്ചേസ് ചെയ്തിരിക്കുന്ന എപ്പോഴാണ്? 2 തവണ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് മാർച്ചിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, 98 പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ബ്രോക്കറേജും കൂടി ആഡ് ചെയ്തു. കോസ്റ്റ് വാല്യൂവിൽ കോസ്റ്റ് കോളത്തിൽ എഴുതുന്ന എമൗണ്ട് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ കോസ്റ്റ് കോളത്തിൽ അതിനെത്ര നമ്മൾ എഴുതേണ്ടത്? 9,898 ആയിരുന്നു. ഇനി അടുത്ത പർച്ചേസ് വന്നിരിക്കുന്നത് 1 ഒക്ടോബറിനാണ്. ഇതൊക്കെ നമ്മൾ വർക്കിംഗ് നോട്ടിൽ ചെയ്തിട്ടുണ്ട്. 4,900 ആണ് അതിന്റെ പ്രൈസ് വരുന്നത്, പ്ലസ് ബ്രോക്കറേജ് 49. അപ്പൊ 4,949. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് ബാലൻസ് വരുന്നത് 34,513. എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായോ? ഓപ്പണിംഗ് ബാലൻസ് ആദ്യം നോക്കാം. അതിൽ എത്ര യൂണിറ്റ്സ് ബാക്കിയുണ്ട്? 200 യൂണിറ്റ്സേ ബാക്കിയുള്ളൂ. 200 യൂണിറ്റ്സിന്റെ കോസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻറ്റു 200 യൂണിറ്റ്സിന്റെ ഫേസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫേസ് വാല്യൂ. ടോട്ടൽ കോസ്റ്റ് ഇൻറ്റു 200 യൂണിറ്റ്സിന്റെ ഫേസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫേസ് വാല്യൂ. അപ്പൊ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ 2 പർച്ചേസ് നടത്തിയപ്പോൾ നമ്മളെ കയ്യിൽ വെച്ചാൽ ലാസ്റ്റ് നമ്മൾ അറിയേണ്ടത് എത്ര യൂണിറ്റ്സ് നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടെന്നാണ്. അപ്പോൾ പിന്നെ നമ്മൾ 2 പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പർച്ചേസിന്റെ വാല്യൂ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി ക്ലോസിംഗ് ബാലൻസിന്റെ. ഇനി ക്ലോസിംഗ് ബാലൻസിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ക്ലോസിംഗ് ബാലൻസ് 34,513 ആണ്. അപ്പൊ യൂണിറ്റ്സ് ആണ് നമുക്ക് അറിയേണ്ടത് അല്ലെ? അപ്പൊ ഫസ്റ്റ് 200 യൂണിറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ എത്ര പർച്ചേസ് ചെയ്തു? 100 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തു, പിന്നെ ഒരു 50 പർച്ചേസ് ചെയ്തു. അപ്പൊ 200ഉം 100ഉം 50യും കൂടെ കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 350 യൂണിറ്റ്സ് ആണ്. 350 യൂണിറ്റ്സിന്റെ ഫേസ് വാല്യൂ 35,000. 350 ഇൻറ്റു 100 അല്ലെ? അതിന്റെ 16% എടുത്തു. അപ്പൊ എത്ര മന്ത് ആണ് വരുന്നത്? ക്ലോസിംഗ് ഡേറ്റ് എപ്പോഴാണ് നമ്മുടെ തന്നിരിക്കുന്നത്?
അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് 31st ഡിസംബറിലാണ് അല്ലേ. അപ്പോൾ 31st ഡിസംബറിലാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ ഇൻട്രസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30th സെപ്റ്റംബർ വരും. ഒക്ടോബർ, നവംബർ, ഡിസംബർ 31st വരെ ഉണ്ട്. അപ്പോൾ ഡിസംബറിലെ 3 മാസം കൂടി, ഡിസംബർ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 3 മാസം. അപ്പോൾ 3 മാസത്തെയാണ് ക്ലോസിംഗ് ബാലൻസിലെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1400 കിട്ടി. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു? ആദ്യം ഓരോ ട്രാൻസാക്ഷൻ്റെ വർക്കിംഗ് നോട്ട് ചെയ്തു. അതിനുശേഷം സെയിൽ വരുന്നുണ്ടെങ്കിൽ അതിലുള്ള പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിച്ചു. പിന്നെ ക്ലോസിംഗ് ബാലൻസിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമുക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻസ് ആയിട്ട് എഴുതണം അല്ലേ. ആദ്യം ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് എഴുതാം. ഓപ്പണിംഗ് ബാലൻസ് എന്ത് ചെയ്യാം? ടു ബാലൻസ് ബ്രോട്ട് എന്ന് പറഞ്ഞിട്ട് നോമിനൽ വാല്യൂ അതിൻ്റെ 60,000 ആണ്, കോസ്റ്റ് 59,000 ആണ്. ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, 2,400. അപ്പോൾ അത് ഇൻട്രസ്റ്റ് കോളത്തിൽ എഴുതാം. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്തായിരുന്നു? 1st മാർച്ചിൽ വന്നിരിക്കുന്ന ഒരു പെർച്ചേസ് ആണ് അല്ലേ. അപ്പോൾ പെർച്ചേസിൻ്റെ വാല്യൂ എത്ര പറഞ്ഞിരിക്കുന്നത് നമ്മളോട്? 100 ഡിബഞ്ചേഴ്സ് അറ്റ് 98. അതിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് പെർച്ചേസ് ചെയ്യുമ്പോൾ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതണം. സെയിൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതണം. അതുപോലെ ഇൻട്രസ്റ്റും ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതണം. അപ്പം പെർച്ചേസ് നമ്മളോട് 100 യൂണിറ്റ്സ് ആണ്. അപ്പം അതിൻ്റെ നോമിനൽ വാല്യൂ നമുക്ക് 10,000 ആണ്. പിന്നെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ് ഇൻട്രസ്റ്റ് വാല്യൂ പ്ലസ് എന്തായിരുന്നു? ബ്രോക്കറേജ് അല്ലേ. പിന്നെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ എഴുതി പോസ്റ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്തായിരുന്നു വരുന്നത്? 1st ജൂലൈ ആണ്. അപ്പോൾ 1st ജൂലൈ അത് വരുന്നതിന് മുന്നേ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? 31st മാർച്ചിന് ഒരു ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ആ ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ എഴുതാം. ഇത്രയായിരുന്നു ഇൻട്രസ്റ്റ് റിസീവ് ചെയ്ത 5,600 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചില്ലേ, അത് പോസ്റ്റ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് 1st ജൂലൈയിൽ അത് സെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 1st ജൂലൈയിൽ കാണിക്കണം. എത്രയായിരുന്നു യൂണിറ്റ്സ്? 200 യൂണിറ്റ്സ്. അപ്പോൾ 20,000 നോമിനൽ വാല്യൂയിൽ എഴുതണം. പിന്നെ അതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞു? ബ്രോക്കറേജ് മൈനസ് ചെയ്തിട്ട് 20,000 ബ്രോക്കറേജ് മൈനസ് ചെയ്ത് 19,800. പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് 800. ഇത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് പോസ്റ്റ് ചെയ്യാം ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് നെക്സ്റ്റ് 1st ഒക്ടോബർ ആണ്. 1st ഒക്ടോബറിന് വരുന്നത്. അതിന് മുന്നേ നമുക്ക് എന്ത് വരുന്നുണ്ട്? സെപ്റ്റംബറിൽ ഒരു ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ആ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കോളത്തിൽ മാത്രമേ എഴുതാനുള്ളൂ. 4,000 ഇൻട്രസ്റ്റ് കോളത്തിൽ എഴുതി. നെക്സ്റ്റ് 1st ഒക്ടോബറിൻ്റെ നമ്മുടെ പെർച്ചേസ് ആണ്. അപ്പോൾ പെർച്ചേസ് 2 എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പെർച്ചേസ് എഴുതേണ്ടത് അല്ലേ. 1st ഒക്ടോബറിൻ്റെ പെർച്ചേസ് 50 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 50 യൂണിറ്റ്സിൻ്റെ പെർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ 5,000 ആണ് വരുന്നത്. അതിൻ്റെ കൂടെ എത്രയായിരുന്നു വാല്യൂ? നമ്മൾ 4,949 ആയിരുന്നു. ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ, നമ്മൾ ആ ഡേറ്റിന് തന്നെ ആയതുകൊണ്ട് അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ 4,949 എന്ന് പറഞ്ഞിട്ട് നമ്മളത് എഴുതി. ഇനി നമ്മളെ സെയിലിൻ്റെ ഇത് വന്നിട്ടില്ലേ, സെയിൽ ചെയ്തപ്പോൾ നമുക്ക് പ്രോഫിറ്റോ ലോസോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എഴുതാൻ മറന്നുപോയാൽ സോറിയാ. അപ്പോൾ അത് എഴുതണം. അതിന് മുന്നേ സെയിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ സെയിലിൻ്റെ പ്രോഫിറ്റോ ലോസോ എന്ന് പറഞ്ഞിട്ട് എഴുതണം. അപ്പോൾ ആ ഡേറ്റിന് തന്നെ കാണിക്കുക. 1st ജൂലൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നിരിക്കുന്നത് എന്തായിരുന്നു? 133 ആണ്, പ്രോഫിറ്റ് ആണ്. അപ്പോൾ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? 133 എഴുതാം. ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ബൈ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലല്ലേ നമ്മൾ എഴുതുന്നത് പ്രോഫിറ്റ് ഓൺ സെയിൽ. അപ്പം ബൈ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 133 എഴുതാം. അപ്പോൾ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മൾ കാണിക്കുന്നത് കോസ്റ്റ് കോളത്തിലാണ്. അപ്പോൾ 133 അവിടെ അത് പോസ്റ്റ് ചെയ്താണ്. നെക്സ്റ്റ് നമ്മൾ ട്രാൻസാക്ഷൻ എഴുതി. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പെർച്ചേസിൻ്റെ ട്രാൻസാക്ഷൻ എഴുതി. ഇനി 1st നവംബറിന് സെയിൽസിൻ്റെ ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പോൾ 1st നവംബറിന് എന്ത് ചെയ്യുക? ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ആ സെയിൽസിൻ്റെ ട്രാൻസാക്ഷൻ കാണിക്കാം. 20,200 യൂണിറ്റ്സ് ആണ്, 20,000 ആണ്. അപ്പോൾ അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാണ് 267. പിന്നെ അതിൻ്റെ കോസ്റ്റ് 19,800 മൈനസ് എത്രയായിരുന്നു? അതിൻ്റെ മേലെയുള്ള 198 ബ്രോക്കറേജ് മൈനസ് 8 19,602. ഇനി അതിൻ്റെ അകത്ത് വരുന്ന പ്രോഫിറ്റോ ലോസോ അപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ലോസ് ആയതുകൊണ്ട് ബൈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 65 റുപ്പീസ് നമ്മൾ കോസ്റ്റ് കോളത്തിൽ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഇത്ര മാത്രമല്ലേ ട്രാൻസാക്ഷൻസ് വരുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ ബാലൻസ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഇൻട്രസ്റ്റ് കോളം ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് കോളം ബാലൻസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൈ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതാനുള്ള വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് വാല്യൂ 35,000 ആണ്, സോറി നോമിനൽ വാല്യൂ 35,000 ആണ്. ഇൻട്രസ്റ്റ് നമ്മൾ അക്രൂഡ് ഇൻട്രസ്റ്റ് 1,400 എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കോസ്റ്റ് എഴുതിയിട്ടുണ്ട്. കോസ്റ്റിൻ്റെ വാല്യൂ 34,513 ആണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നോമിനൽ വാല്യൂ കോളത്തിലും ബാലൻസ് ഉണ്ടാവില്ല, കോസ്റ്റിലും ബാലൻസ് ഉണ്ടാവില്ല. ബാലൻസ്
ബാലൻസ് വരുന്ന ഇൻട്രസ്റ്റ് കോളത്തിലാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് കോളത്തിലുള്ള ബാലൻസ് 9000 ഡെബിറ്റ് സൈഡിൽ വരുന്നുണ്ട്. അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രേ ചെയ്യാനുള്ള. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ ആയിട്ട് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ സെയിൽ വരുമ്പോൾ മാത്രം നിങ്ങൾ പ്രോഫിറ്റ് ഓൺ സെയിലോ ലോസ് ഓൺ സെയിലോ ഉണ്ടെങ്കിൽ അതും കൂടി പോസ്റ്റ് ചെയ്യാൻ ഓർമ്മിക്കാം. ഇപ്പോൾ ഫിഫോ മെത്തേഡിൽ നമ്മൾ ചെയ്തപ്പോൾ എന്തായിരുന്നു വ്യത്യാസം വരുന്നത്? ഒന്ന്, നമ്മൾ പ്രോഫിറ്റോ ലോസ് ഓൺ സെയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്നാണ് യൂണിറ്റ്സ് എടുക്കുന്നത് നോക്കണം. അപ്പോൾ ആദ്യമുള്ള യൂണിറ്റ്സ് ആദ്യം സെയിൽ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതേപോലെ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യാം, എവിടെ നിന്നാണ് ആദ്യത്തെ യൂണിറ്റ്സിൽ നിന്ന് നമ്മൾ സെയിൽ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ കോസ്റ്റ് എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ക്ലോസിംഗ് ബാലൻസ് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫിഫോ മെത്തേഡിൽ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ട് ക്ലിയർ അല്ലേ? നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും ഇതിൽ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ പർച്ചേസ്, സെയിൽ എല്ലാം ഒരുമിച്ച് വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തതിൽ ഒന്നിക്ക് പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഫിഫോ മെത്തേഡിലുള്ള ട്രാൻസാക്ഷൻസ് എങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടും അതേപോലെ എങ്ങനെ വർക്കിംഗ് നോട്ട് ചെയ്യുന്ന എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ ട്രാൻസാക്ഷൻ്റെ വർക്കിംഗ് നോട്ട് എങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫിഫോ മെത്തേഡ് ആയതുകൊണ്ട് അതിൽ എന്താ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.